ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 ഹിസ്റ്ററിയുടെ അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ +1 അഡീഷണൽ ടെക്സ്റ്റ് ബുക്കുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇതിൽ 3 ചാപ്റ്റേഴ്സാണ് അഡീഷണൽ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ടാണ് ഈ ഒരു വീഡിയോയിലെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ഇതൊരു കുഞ്ഞ് ചാപ്റ്ററാണ്, എളുപ്പമുള്ള ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനുഷ്യന്മാർ എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ ഒരു 1 വേർഡ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ആരാണ്? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ് ഉത്തരം? ചാൾസ് ഡാർവിൻ. ഓക്കെ, ചാൾസ് ഡാർവിൻ ആണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതിയത്. ഓക്കെ, ആദ്യമേ തന്നെ പഠിക്കേണ്ട മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് 8 മാർക്കിൻ്റെ ഒരു ഷുവർ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എവല്യൂഷൻ ഓഫ് മാൻ, മനുഷ്യൻ ഏതൊക്കെ സ്റ്റേജുകളിലൂടെയാണ് ഇന്ന് കാണുന്ന രീതിയിലാക്കി ആയി മാറിയത് എന്നുള്ളതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഏകദേശം 36 മില്യൺ ഇയേഴ്സ് എഗോയ്ക്ക്, അതിനാണ് MYA എന്ന് പറയുന്നത്, 36 മില്യൺ ഇയേഴ്സ് എഗോയ്ക്ക് ഉണ്ടായിരുന്നവരായിരുന്നു പ്രിമേറ്റ്സ് എന്ന് പറയുന്നത്. ആരാണ്? പ്രിമേറ്റ്സ് എന്നാണ് നമ്മൾ അവരെ പറയുന്നത്. ഓക്കെ, പ്രിമേറ്റ്സ്. അപ്പോൾ പ്രിമേറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ആരെക്കുറിച്ചിട്ടാണ്? പ്രിമേറ്റ്സ് ആണ്. ഓക്കെ, അത് 36 മില്യൺ ഇയേഴ്സ് എഗോയ്ക്ക് മുന്നേ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നവരായിരുന്നു ആര്? പ്രിമേറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രിമേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയിലും ആഫ്രിക്കയിലും കാണപ്പെട്ട ഒരു കാറ്റഗറി ഓഫ് മാമൽസ് ആണ്. ഓക്കെ, സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കാലത്ത് നമ്മുടെ കുരങ്ങന്മാരെ ഒരു വർഗ്ഗം പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ കാണുമ്പോൾ. എന്തായാലും നോക്കൂ, പ്രിമേറ്റ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അവർക്ക് ബോഡി ഹെയർ ആയിരുന്നു, അതായത് അവരുടെ ശരീരം നിറച്ചും രോമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, രോമങ്ങൾ. ഓക്കെ, പിന്നെന്താണ്? റിലേറ്റീവ്ലി ലോങ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട ഗർഭധാരണ കാലഘട്ടം. ഓക്കെ, നീണ്ട ഗർഭധാരണ കാലഘട്ടമായിരുന്നു. അതിനാണ് നമ്മൾ ലോങ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ പലതരത്തിലുള്ള പല്ലുകൾ അവർക്ക് ഉണ്ടായിരുന്നു. എബിലിറ്റി ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ. പിന്നെ അവർക്ക് എന്താക്കാൻ അതായത് അവർക്ക് താപം നിലനിർത്താനുള്ളൊരു ഊഷ്മാവ് നിലനിർത്താനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. പിന്നെ ഗ്രാസ്പിംഗ് ഹാൻഡ്സ്, ഹിൻ ലിം ഡോമിനേറ്റഡ് ലൊക്കോമോഷൻ, ലോ റിപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ, ഇങ്ങനെയുള്ള ഈ പോയിന്റുകളിലെ കോമേറ്റ് കൊടുത്തിട്ടുള്ള ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, പ്രിമേറ്റ്സിനെ പറ്റി ചോദിക്കുമ്പോൾ ഈ പോയിന്റ് ആണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. 36 മില്യൺ ഇയേഴ്സ് എഗോയ്ക്ക് മുന്നേ വന്നതാണ്. അവർക്ക് ബോഡി ഹെയർ ഉണ്ട്, ലോങ് ജസ്റ്റേഷൻ പീരീഡ് ആണ്, പലതരത്തിലുള്ള പല്ലുകളാണ്, ബോഡി ടെമ്പറേച്ചർ ഉണ്ട്, പിന്നെ എന്താണ്? ഗ്രാസ്പിംഗ് ഹാൻഡ്സ്, ഹിൻഡ് ലിംബ് ഡോമിനേറ്റഡ് ലൊക്കോമോഷൻ, പിന്നെ അവർക്ക് റിപ്രൊഡക്റ്റീവ് പ്രത്യുൽപാദന ശേഷിയും കുറവാണ്. ഈ പോയിന്റ്സ് ആണ് പ്രിമേറ്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഹൊമിനോയിഡ്സ് എന്ന് പറയുന്നത്. ഹൊമിനോയിഡ്സ് എന്ന് വെച്ചാൽ പ്രിമേറ്റ്സ് കഴിഞ്ഞ് സെക്കൻഡായിട്ട് വന്ന കാറ്റഗറി, രണ്ടാമത് വന്ന കാറ്റഗറിയാണ് നമ്മുടെ ഹൊമിനോയിഡ്സ്. 24 മില്യൺ ഇയേഴ്സ് ഒക്കെ മുന്നേ വന്ന ഹൊമിനോയിഡ്സ്. ഹൊമിനോയിഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവർ ക്വാഡ്രൂപെഡ്സ് ആയിരുന്നു. ക്വാഡ്രൂപെഡ്സ് എന്ന് പറയുമ്പോൾ 4 കാലിൽ നടക്കുന്ന മനുഷ്യരായിരുന്നു അവർ. ഹൊമിനോയിഡ്സ് എന്ന് പറയുന്നത് ക്വാഡ്രൂപെഡ്സ് ആയിരുന്നു. പക്ഷേ അവരുടെ കാലുകൾക്കൊക്കെ ഫ്ലെക്സിബിൾ ആയിരുന്നു, വഴക്കമുണ്ടായിരുന്നു, അവർക്ക് ചലിപ്പിക്കാനൊക്കെ പറ്റുമായിരുന്നു ഈസി ആയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇവർ ആപ്സ് ആയിരുന്നു, മീൻസ് കുരങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടവരായിരുന്നു ഇവരെന്ന് പറയുന്നത്. ഇത്രയും സവിശേഷതകളാണ് ഹൊമിനോയിഡ്സിനുള്ളത്. പ്രിമേറ്റ്സ് കഴിഞ്ഞ് രണ്ടാമത് വരുന്ന കാറ്റഗറിയാണ് ഹൊമിനോയിഡ്സ് ക്വാഡ്രൂപെഡ്സ് ആണ്, 4 കാലിൽ നടക്കാൻ പറ്റുന്നവരാണ്. ദെൻ അവരുടെ കാലുകൾക്ക് വഴക്കമുണ്ടായിരുന്നു. പിന്നെന്താണ്? അവർ കുരങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടവരായിരുന്നു. അത് ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ ഹൊമിനിഡ്സ് എന്ന് പറയുന്നത്. ഹൊമിനിഡ്സ്, പ്രിമേറ്റ്സ് കഴിഞ്ഞു, ഹൊമിനോയിഡ്സ് വന്നു. ഹൊമിനോയിഡ്സും കഴിഞ്ഞ് മൂന്നാമത് വന്ന കാറ്റഗറിയാണ് ഹൊമിനിഡ്സ് എന്ന് പറയുന്നത്. ഹൊമിനിഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അവർക്ക് അപ്രൈറ്റ് പോസ്റ്റർ ആയിരുന്നു. എന്ന് പറയുമ്പോൾ അവർക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്രൈറ്റ് പോസ്റ്റർ ആയിരുന്നു. പിന്നെ ബൈപ്പെഡൽ ലോക്കോമോഷൻ ആയിരുന്നു. എന്ന് പറയുമ്പോൾ 2 കാലിൽ, ഓക്കെ, ഇരുകാൽ ജീവികളായിരുന്നു, 2 കാലിൽ അവർക്ക് നടക്കാൻ പറ്റുമായിരുന്നു. അതാണ് ഹൊമിനിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹൊമിനോയിഡ്സ് എന്ന് പറയുന്നത്, ഹൊമിനോയിഡ്സ് ചെറിയ തലച്ചോറ്, സ്മോൾ ബ്രെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ? ഹൊമിനിഡ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൊമിനോയിഡുകൾക്ക് ചെറിയ തലച്ചോറും എന്നാൽ ഹൊമിനിഡ്സിന് വലിയ തലച്ചോറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതെന്താണ്? നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന 2 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഹൊമിനോയിഡ്സും ഹൊമിനിഡ്സിനും തമ്മിൽ കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസ് എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അന്നേരം നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക്
നമ്മുടെ ഹോമിനിഡ്സും കഴിഞ്ഞു വന്ന ആൾക്കാരാണ് ഓസ്ട്രലോപിറ്റക്കാസ് എന്ന് പറയുന്നത്. ഏതാണ് ഓസ്ട്രലോപിറ്റക്കേസും ഹോമോ? അത് ആക്ച്വലി ഹോമിനിഡ്സിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓസ്ട്രലോപിറ്റക്കസും ഹോമോ ആയിട്ട് മാറ്റിയിട്ടുള്ളത്. ഞാൻ അതിനൊരു ഗ്രാഫ് ലാസ്റ്റ് കാണിച്ചു തരാവേ. ഓക്കെ, ഹോമിനിഡ്സിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ഓസ്ട്രലോപിറ്റക്കാസും ഹോമോ എന്ന പേരിൽ 2 വിഭാഗങ്ങൾ കൂടി ആക്കിയിട്ടുള്ളത്. ഇനി ഇവരുടെ പ്രത്യേകത നമ്മൾ പഠിക്കണം. ഇവരുടെ പ്രത്യേകതയെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓസ്ട്രലോപിറ്റക്കാസിൻ്റെയും അതുപോലെ തന്നെ ആരുടെയാണ്, നമ്മുടെ ഹോമോയുടെ. അപ്പോൾ ഓസ്ട്രലോപിറ്റക്കാസിൻ എന്ന് പറയുമ്പോൾ ചെറിയ ബ്രെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, സ്മോളർ ബ്രെയിൻ ആണ്, ഹെവിയർ ജോസ്, ലാർജർ ടീത്ത്. ഓക്കെ, അതായത് ചെറിയ തലച്ചോറാണ്, പിന്നെ നല്ല കട്ടി കൂടിയ എന്താണ് ഈ താടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെ, വലിയ പല്ലുകളുമായിരുന്നു ആർക്കുണ്ടായിരുന്നത്, ഓസ്ട്രലോപിറ്റക്കാസിന് ഉണ്ടായിരുന്നത്. ചെറിയ തലച്ചോറ്, എന്താണ് കഠിനമേറിയ ആ ഒരു ജോസ്, പിന്നെന്താണ് വലിയ പല്ലുകളുമായിരുന്നു ഓസ്ട്രലോപിറ്റക്കാസിന് ഉണ്ടായിരുന്നത്. ഇനി ഇവരുടെ മറ്റ് സവിശേഷത എന്ന് പറയുന്നത്, ഇത് എപ്പോഴും വൺ വേർഡിനും ചോദിക്കും. ഈ ഓസ്ട്രലോപിറ്റക്കാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അർത്ഥം സദേൺ ആപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, എന്താണ് സദേൺ ആപ്പ്? ഓസ്ട്രലോപിറ്റക്കാസ് എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ അർത്ഥം എന്താണ്? സദേൺ ആപ്പ്. ഈ സദേൺ ആപ്പിൻ്റെ മലയാളം വേർഡ് എന്താണെന്നറിയോ? തെക്കുദേശത്തെ വാനരന്മാരെന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ കുരങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടവരാണെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓസ്ട്രലോപിറ്റക്കാസ് എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം എന്താണ്? സദേൺ ആപ്പാണ്. അപ്പോൾ സദേൺ ആപ്പ് എന്നറിയപ്പെടുന്ന ഏതാണ്, ഏത് വിഭാഗമാണ്? ഓസ്ട്രലോപിറ്റക്കാസ്. നന്നായിട്ട് പഠിച്ചു വെക്കണേ അത്. ഇവർ കൂടുതലും സമയം ചിലവഴിച്ചിരുന്നത് മരത്തിലായിരുന്നു, ട്രീസിലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് അപ്രൈറ്റ് വാക്കിംഗ് ഉണ്ടായിരുന്നില്ല. എന്ന് പറയുമ്പോൾ നിവർന്ന് നടക്കാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ക്ലിയർ ആയോ? ഓസ്ട്രലോപിറ്റക്കസ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയായിരുന്നു? മരത്തിൻ്റെ മണ്ടയ്ക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് നിവർന്ന് നടക്കാൻ അത്രത്തോളം പറ്റിയിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഓസ്ട്രലോപിറ്റക്കസ് വേർ ദ ഏർലിയസ്റ്റ് സ്റ്റോൺ ടൂൾ മേക്കേഴ്സ്. ആദ്യകാലത്തെ എന്താണ് സ്റ്റോൺ ടൂളൊക്കെ ഉണ്ടാക്കിയിരുന്നവരായിരുന്നു ആര്? ഓസ്ട്രലോപിറ്റക്കസ് എന്ന് പറയുന്നത്. അതും നമുക്ക് വൺ വേർഡും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഓസ്ട്രലോപിറ്റക്കസ് എന്ന് പറയുന്നത് എന്താണ്? ഏർലിയസ്റ്റ് സ്റ്റോൺ ടൂൾ മേക്കേഴ്സ് ആണ്. ആദ്യകാലത്ത് കല്ലുകൊണ്ട് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കിയവരായിരുന്നു നമ്മുടെ ഓസ്ട്രലോപിറ്റക്കസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരാളെ കൂടി പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് നമ്മുടെ ഹോമോ അല്ലേ. അപ്പോൾ ഹോമോയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചെങ്കിൽ, ഹോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്, ലാറ്റിൻ പദമാണ് ഹോമോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹോമോയുടെ അർത്ഥം എന്ന് പറയുന്നത് മാൻ, മനുഷ്യൻ എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. ഓക്കെ, ഹോമോ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡാണ്, അതിൻ്റെ അർത്ഥം മാൻ എന്നുള്ളതാണ്. ദെൻ ഹോമോയുടെ ബ്രെയിൻ സൈസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓസ്ട്രലോപിറ്റക്കസിനേക്കാൾ നമ്മൾ പറഞ്ഞു ഓസ്ട്രലോപിറ്റക്കസിന് ചെറിയ ബ്രെയിൻ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹോമോയ്ക്ക് എന്താണ്? വലിയ ബ്രെയിനാണ്, ലാർജർ ബ്രെയിനാണ് ഇവർക്കുള്ളത് കേട്ടോ. ലാർജർ ബ്രെയിൻ. ഓക്കെ, വലിയ ബ്രെയിനാണ് നമ്മുടെ ഹോമോയ്ക്ക് ഉണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ബോഡി സൈസ് എന്ന് പറയുന്നത്, ഹോമോയുടെ ബോഡി സൈസ്, ശരീരത്തിൻ്റെ വലിപ്പവും നമ്മുടെ ഓസ്ട്രലോപിറ്റക്കസിൻ്റെ കാളും കൂടുതലായിരുന്നു എന്നും പറയുന്നുണ്ട്. ക്ലിയർ ആയതോ? ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക, ഹോമോ എന്ന് പറയുന്നത് 3 തരത്തിൽ വീണ്ടും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോമോ എന്ന് പറയുമ്പോൾ എത്ര തരത്തിൽ ഡിവൈഡ് ചെയ്തു? 3 തരത്തിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹോമോ ഹെബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. 10th ബയോളജിയൊക്കെ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, ജസ്റ്റ് ഈ പേരുകൾ പഠിച്ചു പോയാൽ മതിയേ. ഹോമോ ഹെബിലസ് ദ ടൂൾ മേക്കേഴ്സ് ആയിരുന്നു, അതായത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നു ഹോമോ ഹെബിലസ് എന്ന് പറയുന്നത്. ഹോമോ ഹെബിലസ് ദ ടൂൾ മേക്കേഴ്സ് ആയിരുന്നു. ഹോമോ ഇറക്റ്റസ്, ഇറക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറക്റ്റ് നിവർന്ന് നിൽക്കുക എന്നുള്ള അർത്ഥമല്ലേ വരുന്നത്? അത് തന്നെയാണ് ദ അപ്രൈറ്റ് മാൻ, നിവർന്ന് നിൽക്കാൻ ശേഷിയുള്ള മനുഷ്യൻ. അത് തന്നെയാണ് ഹോമോ ഇറക്റ്റസ്. അപ്പോൾ ആ വേർഡിൻ്റെ അർത്ഥം വെച്ച് നമുക്കത് കണക്ട് ചെയ്യാമല്ലോ. ദ അപ്രൈറ്റ് മാൻ ആണ് ദ ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നിവർന്ന് നിൽക്കുന്ന മനുഷ്യൻ, അത്രയേ ഉള്ളൂ. ഹോമോ സാപ്പിയൻസ് ആരാണ്? നമ്മളാണ് കേട്ടോ. ഹോമോ സാപ്പിയൻസ് ആണ് ദ വൈസ് ഓർ തിങ്കിങ് മാൻ, ചിന്താശേഷിയുള്ള ബുദ്ധിയുള്ള മനുഷ്യൻ അല്ലേ. നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണല്ലോ അല്ലേ. ഹോമോ സാപ്പിയൻസ് ആണ് ദ വൈസ് ഓർ തിങ്കിങ് മാൻ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം, സയൻറ്റിഫിക് നെയിം അല്ലേ ഹോമോ സാപ്പിയൻസ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ എഴുതി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു വലിയൊരു എസ്സേ ഇത് കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ എഴുതണം? നമ്മുടെ പ്രിമേറ്റ്സ്, ഹൊമിനോയിഡ്സ്, അത് തുടങ്ങി ഹോമോയിൽ ഈ ഹോമോ സാപ്പിയൻസ് വരെ എഴുതി കംപ്ലീറ്റ് ആക്കുന്ന ടൈമിലാണ് എസ്സേ 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇത് നമ്മളിപ്പോൾ പഠിച്ച 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യത്തിൽ
നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എസ്സേ ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ആരെക്കുറിച്ച് എഴുതേണ്ടത്? പ്രിമേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? പ്രിമേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എഴുതേണ്ടത്. കുറേ പോയിൻറ്റ്സ് പഠിച്ചു, ആ പോയിൻറ്റ്സ് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്. ഓക്കെ, രണ്ടാമത് നമ്മൾ എഴുതേണ്ടതാണ് ഹൊമിനോയിഡ്സിനെ പറ്റിയിട്ട്. ഹൊമിനോയിഡ്സിനെ പറ്റിയിട്ട് ക്വാഡ്രൂപെഡ്സ് ആണെന്നൊക്കെ പറഞ്ഞ് 2-3 പോയിൻറ്റ്സ് പറഞ്ഞു, അതവിടെ എഴുതുക. ഓക്കെ, പിന്നെ നമ്മൾ എഴുതണം ഹൊമിനിഡ്സിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചും കുറച്ച് പോയിൻറ്റ്സ് ആണ് പഠിച്ചത്, അതവിടെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ കണ്ടോ ഹോമിനിഡ്സിനെ 2 തരംതിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഒന്ന് ഓസ്ട്രലോപിറ്റക്കസ്, അതിൻ്റെ പോയിൻറ്റ്സ് എഴുതുക. ദെൻ അടുത്ത് ഹോമോ, അതിൻ്റെ പോയിൻറ്റ്സ് എഴുതുക. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ഹോമോനെ വീണ്ടും ലാസ്റ്റ് 3 തരംതിരിച്ചിട്ടുണ്ട്. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഷോർട്ട് ഓർ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു ഗ്രാഫ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. അപ്പം അന്നേരം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് അത് എളുപ്പമായിരിക്കും. പ്രിമേറ്റ്സ്, ഹൊമിനോയിഡ്സ്, ഹൊമിനിഡ്സ്, ഓസ്ട്രലോപിറ്റക്കസ്, ഹോമോ, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്, ഈ ഒരു ഓർഡറിൽ വേണം നമ്മൾ എഴുതി പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ. എടാ, ഒരു ട്രിക്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. അതായത് നമ്മൾ ഈ എസ്സേ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പലർക്കും പല കാറ്റഗറീസിനും ബ്രെയിൻ സൈസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ, ചെറുത് വലുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ആദ്യം നമ്മൾ പ്രിമേറ്റ്സിന് നമ്മൾ ബ്രെയിൻ സൈസ് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല അവിടെ, അപ്പോൾ നമ്മൾ നോക്കണ്ട. രണ്ടാമത് നമ്മൾ എഴുതുന്നതാണ് ഹൊമിനോയിഡ്സ് അല്ലേ. അപ്പോൾ ഹൊമിനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ പഠിക്കുക, ഹൊമിനോയിഡ്സിന് സ്മോൾ ബ്രെയിൻ സൈസ് ആണുള്ളത്, ചെറിയ ബ്രെയിൻ സൈസാണ് ഹൊമിനോയിഡ്സിനുള്ളത്. അത് മാത്രം നിങ്ങൾ പഠിക്കുക, ബാക്കിയുള്ള നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് എഴുതാം. ഹോമിനോയിഡ്സിന് സ്മോൾ ബ്രെയിൻ സൈസ് പഠിച്ചല്ലോ. അടുത്ത് നിങ്ങൾ എഴുതുന്നത് ആരെക്കുറിച്ചായിരിക്കും? ഹോമിനിഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹോമിനിഡ്സിനെ പറ്റി എഴുതുമ്പോൾ നേരത്തെ ചെറുതല്ല എഴുതിയത്, ചെറിയ ബ്രെയിൻ സൈസ് എന്നല്ല എഴുതിയത്, നേരെ ഓപ്പോസിറ്റ് എടുക്കുക, ലാർജ് ബ്രെയിൻ സൈസ് എന്ന് എവിടെ എഴുതി വെച്ചാൽ മതി. വലിയ ബ്രെയിൻ സൈസാണ് ആർക്കുള്ളത്? ഹോമിനിഡ്സിനുള്ളത്. അത് ഓക്കെ ആയില്ലേ? ഇനി അടുത്ത് ഹോമിനിഡ്സിനെ ഡിവൈഡ് ചെയ്താണല്ലോ ഓസ്ട്രലോപിറ്റക്കസ് വരുന്നത്. അപ്പോൾ അടുത്ത് നമ്മളെ ഓസ്ട്രലോപിറ്റക്കസ് അല്ലേ എഴുതൂ. അപ്പോൾ ഓസ്ട്രലോപിറ്റക്കസ് എഴുതുന്ന ടൈമിൽ നേരത്തെ ഓപ്പോസിറ്റ് സ്മോൾ ബ്രെയിൻ സൈസ് എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആയോ? ഇനി അടുത്ത് നമ്മൾ ലാസ്റ്റ് എഴുതുന്നതാണ് ഹോമോ എന്ന് പറയുന്നത്. ഹോമോയ്ക്ക് അതിൻ്റെ നേരത്തെ ഓസ്ട്രലോപിറ്റക്കസിന് സ്മോൾ ബ്രെയിൻ സൈസ് എഴുതിയത് കൊണ്ട് തന്നെ ഹോമോ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. ക്ലിയർ ആവുന്നത് നമ്മൾ ക്ലിയർ ഒരു ലോജിക്കോ അല്ലാത്തൊരു ട്രിക്കാണ് പറഞ്ഞത്, ക്ലിയർ ആക്കാം. പക്ഷേ നിങ്ങൾക്ക് മാറിപ്പോകും. ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രം പറഞ്ഞു തന്ന കാര്യമാണ്, അല്ലാതെ ഇത് ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് അല്ല പറഞ്ഞത്. സ്മോൾ ലാർജ് ഈ ഒരു രീതിയിൽ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേറെ കൺഫ്യൂഷൻസ് ഇല്ലാണ്ട് എസ്സേ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഹൊമിനോയിഡ്സിന് സ്മോൾ ബ്രെയിൻ സൈസാണ്. ബാക്കി അടുത്ത ആ ഒരു ഓർഡർ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഓർഡർ വെച്ചിട്ട് നിങ്ങൾ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ എഴുതി വന്നാൽ മതി, സെറ്റാവും. ഓക്കെ ആണല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.